നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി ചൊവ്വൂർ കോൺഫറൻസിന്റെയും തൃശൂർ ഐ വിഷൻ കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. ചൊവ്വൂർ പള്ളി വികാരി ഫാദർ പോളി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് പടിഞ്ഞാട്ടുമുറി പുതിയ വീട്ടിൽ തറവാട് കുടുംബ സംഗമം സമാപിച്ചു. വൈവിധ്യമാർന്ന പരിപാടികളോടെ സംഘടിപ്പിച്ച കുടുംബ സംഗമം ചേർപ്പ് ചെറുജന മഹല് പ്രസിഡന്റ് കെ എ അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ സെന്ററിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസ് കടയിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ 2 കടകൾ തകർന്നു. ആർക്കും പരിക്കില്ല. വാർത്തകൾ വിശദമായി. സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി ചൊവ്വൂർ കോൺഫറൻസിന്റെയും തൃശൂർ ഐ വിഷൻ കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. ചൊവ്വൂർ പള്ളി വികാരി ഫാദർ പോളി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. വിൻസെന്റ് പോൾ സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് ഡയാലിസിസിനുള്ള സംവിധാനം ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള പ്രവർത്തനങ്ങൾ, നമ്മുടെ മരുന്ന് വിതരണം, കുട്ടികൾക്ക്, പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാനുള്ള സംവിധാനത്തിനുള്ള പരമാവധി ചെയ്യാവുന്ന സഹായങ്ങൾ, അങ്ങനെ നാട്ടുകാരുടെ സഹകരണത്തോടു കൂടി, ഇടവക്കാരുടെ സഹകരണത്തോടു കൂടി വിൻസെന്റ് പോൾ സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് ജീവകാരുണ്യ പ്രവർത്തിക്കുന്നത്. ഇതും ഐ വിഷൻ്റെ ഒരു സഹകരണത്തോടു കൂടി നമ്മളിന്ന് കണ്ണ് പരിശോധന, നേത്ര പരിശോധന നടത്തുകയാണ് സൗജന്യമായിട്ട്. അതും ഇതിൻ്റെ ഭാഗമായിട്ട് വിൻസെന്റ് പോൾ സംഘടനയുടെ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നടത്തുന്നത്. ഐ വിഷൻ്റെ ആ സഹകരണം വളരെ പ്രാധാന്യമുള്ളതാണ്. പ്രത്യേകിച്ചും തൃശ്ശൂർ ഐ വിഷൻ വളരെ പേര് കേട്ട, അല്ലെങ്കിൽ എല്ലാ ഇതിനും കണ്ണുകളുടെ ചികിത്സയ്ക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് നമുക്കറിയാം. അപ്പോൾ ആ ഒരു സഹകരണം വിൻസെന്റ് പോൾ സംഘടനയോടൊപ്പം ലഭിച്ചിട്ടുള്ളതിന് വളരെ സന്തോഷം. സംഘടനാ പ്രസിഡന്റ് എ വി ജോസ്, വൈസ് പ്രസിഡന്റ് സോളി ഫ്രാൻസിസ്, എബിൻ എലുവത്തിങ്കൽ, ട്രസ്റ്റി ജേക്കബ് പുല്ലോക്കാരൻ എന്നിവർ സംസാരിച്ചു. 103 പേർ പരിശോധനയിൽ പങ്കെടുത്തു. ചേർപ്പ് പടിഞ്ഞാട്ടുമുറി പുതിയ വീട്ടിൽ തറവാട് കുടുംബ സംഗമം സമാപിച്ചു. വൈവിധ്യമാർന്ന പരിപാടികളോടെ സംഘടിപ്പിച്ച കുടുംബ സംഗമം ചേർപ്പ് ചെറുജന മഹല് പ്രസിഡന്റ് കെ എ അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ഐക്യവും എന്നും നിലനിൽക്കട്ടെ, കൂടുതൽ വ്യാപിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം എന്നുള്ളതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വാക്യത്തിൽ നിങ്ങളുടെ ഒത്തുചേരൽ അല്ലാഹു ഒരു സാലിയായ അമലാക്കി തരുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പുതിയ വീട്ടിൽ കുടുംബ സംഗമം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതിനെ പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും. ഷിഹാസ് കൊച്ചുമോൻ അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു. ഡോക്യുമെന്ററി പ്രിന്റ് പ്രകാശനം അലി ഇബ്രാഹിം അബ്ദുസലാം സാഹിബിന് നൽകി നിർവഹിച്ചു. സംഗമത്തോടനുബന്ധിച്ച് ചെറുജനം ഖബർസ്ഥാനിൽ സിയാറത്ത് നടത്തി. PK അഷ്റഫി നേതൃത്വം നൽകി. PS ഫൈസൽ, PA നസീജ, PK ജലീൽ, അലി ഇബ്രാഹിം, PN ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ഒല്ലൂർ സെന്ററിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസ് കടയിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ 2 കടകൾ തകർന്നു. ആർക്കും പരിക്കില്ല. ഞായറാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. എറണാകുളത്ത് നിന്ന് ഊട്ടിയിലേക്ക് പോയിരുന്ന ബസ് എതിർദിശയിൽ വന്ന ലോ ഫ്ലോർ ബസ്സിൽ തട്ടിയ ശേഷം നിയന്ത്രണം വിട്ട് കടകളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കടകൾ പൂർണ്ണമായും തകർന്നു. കടയിൽ ആളുകളില്ലാതിരുന്നത് വലിയ അപകടം ഒഴിവായി. ഒല്ലൂർ പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്.
പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് ആംബുലൻസ് നൽകി കേരള വിഷൻ NH അൻവർ ട്രസ്റ്റ്. മന്ത്രി ആർ ബിന്ദു ആംബുലൻസ് സമർപ്പണം നടത്തി. വിവിധ ജനപ്രതിനിധികളുടെയും COA, KCCL ഭാരവാഹികളുടെയും സാന്നിധ്യത്തിൽ പുതുക്കാട് താലൂക്ക് ആശുപത്രി അങ്കണത്തിലായിരുന്നു ചടങ്ങ്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ, കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കേരള വിഷൻ ഡിജിറ്റൽ TV എന്നിവയുടെ സഹകരണത്തോടെയാണ് ആംബുലൻസ് നൽകിയത്. മന്ത്രി ആർ ബിന്ദുവിൽ നിന്നും തൃശൂർ DMO ഡോക്ടർ TP ശ്രീദേവി ആംബുലൻസ് ഏറ്റുവാങ്ങി. നവജാത ശിശുക്കൾക്ക് ഒരു ഗിഫ്റ്റ് ബോക്സ് നൽകുന്ന പദ്ധതി സർക്കാർ ആശുപത്രികളിൽ കേരള വിഷന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയിരുന്നു. അതിലും ഒരിക്കൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. പുതുക്കാട് താലൂക്ക് ഹോസ്പിറ്റലിന് ആംബുലൻസ് നൽകാൻ തയ്യാറായിട്ടുള്ള കേരള വിഷനെ നിങ്ങളെ ഏവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ അഭിനന്ദിക്കുന്നു. കോവിഡ് കാലത്തും നിപ പോലുള്ള നമുക്ക് പരിചിതമല്ലാത്ത രോഗങ്ങൾ നമ്മുടെ കേരളീയ സമൂഹത്തിൽ കടന്നു വരുമ്പോഴുമൊക്കെ തന്നെ ഒന്നാം നമ്പറായി നിൽക്കുന്ന നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തിൻ്റെ കരുത്ത് മാത്രമല്ല, മനുഷ്യസ്നേഹികളായ ഒരുപാട് പേരുടെ പിന്തുണ കൊണ്ടുകൂടിയാണ് നാം അതിജീവിച്ചത്. അതിൽ സംഘടനകളും പ്രസ്ഥാനങ്ങളും സുമനസ്സുള്ള വ്യക്തികളും എല്ലാം ഉണ്ട്. കേരള വിഷനെ പോലെ കൃത്യമായ വിഷനുള്ള ഒരുപാട് പ്രസ്ഥാനങ്ങൾ അത്തരം കാര്യങ്ങളിലൊക്കെ സർക്കാരുമായി സഹകരിക്കുകയുണ്ടായി. ഇപ്പോഴും ഈ ഒരു നന്മ നിറഞ്ഞ പ്രവർത്തനം അത്തരത്തിലുള്ള ഒരു ഹസ്താവലംബത്തിൻ്റെ, കൈകോർത്ത് പിടിക്കലിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, COA ജനറൽ സെക്രട്ടറി PB സുരേഷ്, കേരള വിഷൻ ചെയർമാൻ K ഗോവിന്ദൻ, കേരള വിഷൻ MD PP സുരേഷ് കുമാർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അൽജോ പുളിക്കൻ, EK സദാശിവൻ, പുതുക്കാട് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സെബി കൊടിയൻ, NH അൻവർ ട്രസ്റ്റ് ചെയർമാൻ അബൂബക്കർ സിദ്ദീഖ്, NH അൻവർ ട്രസ്റ്റ് സെക്രട്ടറി KV രാജൻ, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, COA ജില്ലാ സെക്രട്ടറി P ആന്റണി, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി KC ജിനീഷ്, പുതുക്കാട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് സുധാകുമാരി എന്നിവർ സംസാരിച്ചു. കാരുണ്യരംഗത്ത് കൈത്താങ്ങാകാൻ 23 ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് കേരള വിഷൻ ആംബുലൻസ് സമർപ്പിച്ചത്. ആകാശത്ത് മാത്രം കണ്ടു പരിചയിച്ച വിമാനത്തിൽ കയറാനുള്ള മോഹം സാധ്യമാക്കാൻ തൃശൂരിലെ ആരോഗ്യ പ്രവർത്തകർ. തൃശൂർ ദയ ആശുപത്രിയിലെ ഹൗസ് കീപ്പിംഗ് തൊഴിലാളികളായ 23 പേരും പുറമേ നിന്നുള്ള 10 സ്ത്രീകളും 3 കുട്ടികളും ഉൾപ്പെടുന്ന 35 അംഗ സംഘമാണ് സ്വപ്ന യാത്രയ്ക്ക് ഒരുങ്ങുന്നത്. തിങ്കളാഴ്ചയാണ് സ്വപ്നത്തിന്റെ ചിറകിലേറി അവർ ആകാശയാത്ര നടത്തുക. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും പുലർച്ചെ 5 മണിയോടെ ബംഗളൂരുവിലേക്കാണ് ഇവരുടെ യാത്ര. ശേഷം ഒരു പകൽ ബംഗളൂരു നഗരത്തിൽ ഉല്ലാസയാത്ര. രാത്രിയോടെ തിരികെ ട്രെയിനിൽ നാട്ടിലേക്ക് തിരിക്കും. സാധാരണക്കാരായ വീട്ടമ്മമാരുടെ വിമാനയാത്ര എന്ന ആഗ്രഹം സഫലമാക്കി നൽകാൻ മറ്റാരുമില്ലാതിരുന്ന സാഹചര്യത്തിൽ സ്വയം ടൂർ ഏജൻസി കണ്ടെത്തിയാണ് ഇവർ ആഗ്രഹം നേടിയെടുക്കുന്നത്. സ്വപ്നയാത്രയുടെ ആകാംക്ഷയിലാണ് സംഘാംഗങ്ങൾ. തങ്ങളുടെ കുടുംബാംഗങ്ങളും ആശുപത്രി അധികൃതരും പൂർണ്ണ മനസ്സോടെ ഒപ്പം നിന്നതിനാലാണ് ഏറെ നാളത്തെ ആഗ്രഹം സഫലമാകുന്നതെന്ന് ഇവർ പറയുന്നു. ഞങ്ങൾ ദയ ഹോസ്പിറ്റലിലെ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ തിങ്കളാഴ്ച 12-ാം തീയതി 20-ാം തീയതി ഞങ്ങളൊരു വിമാനയാത്ര പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് എല്ലാവിധ മുൻകൈ എടുത്തിട്ട് ഞങ്ങളെ കൊണ്ടുപോകുന്നതും ഞങ്ങളുടെ ആഗ്രഹം വന്നപ്പോൾ സാധിച്ചത് ഞങ്ങളുടെ ഗീതേച്ചിയാണ്. ഗീതേച്ചിക്ക് എല്ലാവിധ ആശംസകളും. പിന്നെ ഞങ്ങളുടെ സീനിയർ മാനേജർ അനീ സാറ്, പിന്നെ ഞങ്ങളുടെ MD അസി സാറ് ഞങ്ങളെ അങ്ങനെ അതായത് ഞങ്ങൾ ടൂറിന് വിടുന്ന സമയ സന്ദർഭമൊക്കെ ശരിയാക്കി തന്നല്ലോ. അപ്പോൾ എല്ലാത്തിനും മാനേജ്മെൻറ്റിനോടും അനീ സാറിനോടും ഗീതേച്ചിയോടും എല്ലാവരോടും നന്ദി പറഞ്ഞു. പിന്നെ ഓഫ് തന്ന റബീഖ് സാറിനോടും നന്ദി പറഞ്ഞു. ഞാൻ വലിയൊരു ആഗ്രഹമായിരുന്നു വിമാനത്തിൽ കയറണം എന്നുള്ളത്. അപ്പോൾ ഞാൻ വീട്ടിൽ അവതരിപ്പിച്ചു. ഹസ്ബൻഡ് ആദ്യം പറഞ്ഞു പോകണ്ടെന്ന്, പൈസ ഇല്ലയെന്ന് പറഞ്ഞു. എന്നാലും ഹസ്ബൻഡ് മോളും കൂടി നമുക്ക് പെട്ടമ്മയുടെ വലിയ ആഗ്രഹമല്ലേ, ഇപ്പോഴല്ലേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോകാൻ മോള് പൈസയൊക്കെ അയച്ചു തന്നു. അങ്ങനെയാണ് പോകാനായിട്ട്. പിന്നെ പോകാനെല്ലാം മുൻകരുതെടുത്തത് ഞങ്ങളുടെ ഗീതേച്ചിയാണ്. പോകാൻ അനുവാദം തന്ന ഞങ്ങളുടെ HR മാനേജർ അനീഷ് സാറ്, ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ MD അസി സാറ്, ഞങ്ങൾക്ക് ഓഫ് തന്ന ഞങ്ങളുടെ ക്ലീനിങ് സൂപ്പർവൈസർ റഫീഖ് സാറ്, എല്ലാവരോടും നന്ദി പറഞ്ഞു. വളരെ അധികം ഞങ്ങൾ എക്സ്പെക്റ്റ്മെൻറ്റാണ്, വളരെ സന്തോഷത്തിലാണ്. കാരണം ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമാണ്
സാധിക്കാൻ പോണത്. സർവേശ്വര ഞങ്ങൾക്ക് ഒരു തടസ്സം കൂടാതെ ഞങ്ങൾക്ക് പോകാനായിട്ട് എല്ലാ ആരോഗ്യ ആയുസ്സും എല്ലാ അതും ഒരു തടസ്സമില്ലാണ്ട് പോകാൻ ഞങ്ങൾക്ക് പറ്റട്ടെ എന്ന് സർവേശ്വരോട് പ്രാർത്ഥിക്കുന്നു. ചേറ്റുവ ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ചേറ്റുവയിലും പരിസര പ്രദേശങ്ങളിലും ദേശീയപാതയോട് ചേർന്ന കൂട്ടിയിട്ടിരിക്കുന്ന ചെമ്മണ്ണ് ഭീഷണിയാകുന്നു. ഇരുചക്ര വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയാവുന്ന ചെമ്മണ്ണ് പ്രദേശത്ത് നിന്ന് നീക്കണമെന്നാണ് ആവശ്യം. മഴ ശക്തമാകുമ്പോൾ കൂട്ടിയിട്ടിരിക്കുന്ന ചെമ്മണ്ണ് ദേശീയപാതയോരത്തേക്കും പരിസര പ്രദേശത്തെ വീടുകളിലേക്കും ഒലിച്ചിറങ്ങുന്നതാണ് അപകട ഭീഷണിയാകുന്നത്. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ചെറിയ വാഹനങ്ങൾ തെന്നിവീണ് അപകടത്തിൽപ്പെടാനുള്ള സാഹചര്യവും ഏറെയാണ്. ചെളി രൂപത്തിലായി കിടക്കുന്ന ചെമ്മണ്ണ് ദേശീയപാതയോരത്തുനിന്ന് അടിയന്തരമായി നീക്കം ചെയ്യാൻ ദേശീയപാത കരാർ കമ്പനി നടപടിയെടുക്കണമെന്ന് പൊതുപ്രവർത്തകൻ ലത്തീഫ് കെട്ടുമൽ ആവശ്യപ്പെട്ടു. ഈ ദേശീയപാതയോരത്ത് കൂട്ടിയിട്ടുള്ള ചെമ്മണ്ണ് പ്രദേശവാസികൾക്കും കാൽനട യാത്രക്കാർക്കും അതുപോലെ ചെറിയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്കും ഏറെ ഭീഷണിയാണ്. ഇരുചക്ര വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നവർക്കാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്നവർക്ക് ഈ ചളിയിൽ വണ്ടി കയറുകയും അതുമൂലം വണ്ടി സ്ലിപ്പാവുകയും അവർക്ക് വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാവാനും സാധ്യത ഏറെയാണ്. ഈ സ്കൂൾ തുറക്കാറായ സമയത്ത് ഈ ദേശീയപാത കരാർ കമ്പനി യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഈ ദേശീയപാതയോരത്ത് ഇത്രയും വലിയ രീതിയിൽ ഈ ചെമ്മണ്ണ് കൊണ്ടു കൂട്ടിയിട്ടുള്ളത്. മഴ ശക്തമാകുമ്പോൾ ഈ ചെമ്മണ്ണ് ഒലിച്ച് താഴേക്ക് ഇറങ്ങുകയും ദേശീയപാതയോരത്ത് ഈ ചളി കെട്ടിക്കിടക്കുകയും സമീപ പ്രദേശത്തുള്ള വീട്ടുകൾക്ക് ഈ ചളി ഒലിച്ചിറങ്ങിയതും ബുദ്ധിമുട്ട് ഏറെയാണ്. സ്കൂളുകൾ തുറക്കും മുൻപ് ചെമ്മണ്ണ് നീക്കം ചെയ്ത് വിദ്യാർത്ഥികൾക്കും കാൽനട യാത്രക്കാർക്കും സുരക്ഷിതമായി യാത്ര ചെയ്യാൻ വേണ്ട നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. വാൽപ്പാറയിൽ ബസ് 20 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു. അപകടത്തിൽ ബസ് ഡ്രൈവർ ഉൾപ്പെടെ 40ഓളം പേർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ഇന്ന് പുലർച്ചെ 12:30 തിരുപ്പൂരിൽ നിന്ന് വാൽപ്പാറയിലേക്ക് വരികയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കവേഴ്സ് എസ്റ്റേറ്റ് ഭാഗത്തെ ഹെയർപിൻ വളവിലാണ് ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞത്. വാൽപ്പാറ പോലീസും ഫയർഫോഴ്സും എത്തിയാണ് അപകടത്തിൽപ്പെട്ടവരെ ബസ്സിനുള്ളിൽ നിന്നും പുറത്തെടുത്തത്. ഇവരെ ആദ്യം വാൽപ്പാറ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തിൽ ബസിന്റെ ഡ്രൈവർ ഗണേശന് സാരമായി പരിക്കേറ്റു. ഡ്രൈവർ ഗണേശനെയും കൈക്കും കാലിനും തലയ്ക്കും മറ്റും പരിക്കേറ്റ 30ലധികം പേരെയും വിദഗ്ധ ചികിത്സയ്ക്കായി പിന്നീട് പൊള്ളാച്ചിയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആടിയും പാടിയും ചായ കുടിച്ചും കൂട്ടുകൂടുന്ന പൊൻപുലരിയിലെ കടവ് ചായക്കൂട്ടത്തിന് പുതിയ മ്യൂസിക് സിസ്റ്റം. ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ മുഹമ്മദ് ഗസാലി, ബെന്നി ആന്റണി എന്നിവർ ചേർന്ന് മ്യൂസിക് സിസ്റ്റം കൂട്ടായ്മ പ്രതിനിധികൾക്ക് സമ്മാനിച്ചു. നിങ്ങളിൽ ഒരു കലാകാരൻ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എങ്കിൽ പാടൂരിലെ കടവ് ചായക്കൂട്ടം അവസരങ്ങളുടെ വേദിയാകും. വെങ്കിടകം പഞ്ചായത്തിനെയും ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുളിക്കക്കടവ് പാലത്തിന് സമീപമാണ് കടവ് ചായക്കൂട്ടം എന്ന പേരിൽ കൂട്ടായ്മ എല്ലാ ഞായറാഴ്ചകളിലും പൊൻപുലരിയിൽ ഗാനങ്ങൾ കൊണ്ട് സൗഹൃദവേദി ഒരുക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായി പ്രാദേശിക കലാകാരന്മാർക്കും ജീവിതത്തിൽ ഒരു കലാകാരനായിട്ടും 4 ആളുകൾക്കിടയിൽ ഒരു പാട്ട് പാടാൻ പറ്റാത്തവർക്കുമായി പാടൂർ പുളിക്കക്കടവ് പാലത്തിന് സമീപത്തുള്ള ചായക്കടയിൽ ചായക്കൂട്ടം അവസരങ്ങൾ ഒരുക്കുന്നത്. കൂട്ടായ്മ പ്രതിനിധി റഷീദ് ബാബു കൂട്ടായ്മയ്ക്കായി ഒരു പുതിയ മ്യൂസിക് സിസ്റ്റം സമ്മാനമായി നൽകി. പഞ്ചായത്ത് അംഗം അഷ്റഫ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മുഹമ്മദ് ഗസാലി, ബെന്നി ആന്റണി എന്നിവർ ചേർന്ന് മ്യൂസിക് സിസ്റ്റം കൂട്ടായ്മ പ്രതിനിധികൾക്ക് സമർപ്പിച്ചു. കലാസാംസ്കാരിക പൊതുരംഗത്തുള്ളവർ ചടങ്ങിൽ സംബന്ധിച്ചു. സോഷ്യൽ മീഡിയയിലൂടെ ഈ കൂട്ടായ്മ വൈറലായതോടെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ ആസ്വാദകരായി പ്രവാസികളും സ്ത്രീകളും സമീപ പ്രദേശങ്ങളിൽ നിന്നും നിരവധി ആളുകളാണ് ആസ്വാദകരായും പാടാനും ഗൃഹാതുരത്വം തുളുമ്പുന്ന ഇവിടെ എത്തുന്നത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 8720 രൂപ, പവന് 69,760 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539 080053.
ഡീപോൾ സൊസൈറ്റി ചൊവ്വൂർ കോൺഫറൻസിന്റെയും തൃശൂർ ഐ വിഷൻ കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. ചൊവ്വൂർ പള്ളി വികാരി ഫാദർ പോളി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് പടിഞ്ഞാട്ടുമുറി പുതിയ വീട്ടിൽ തറവാട് കുടുംബ സംഗമം സമാപിച്ചു. വൈവിധ്യമാർന്ന പരിപാടികളോടെ സംഘടിപ്പിച്ച കുടുംബ സംഗമം ചേർപ്പ് ചെറുജന മഹല് പ്രസിഡന്റ് കെ എ അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ സെന്ററിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസ് കടയിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ 2 കടകൾ തകർന്നു. ആർക്കും പരിക്കില്ല. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.